കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആദ്യം പറഞ്ഞ നിലപാടിൽ എന്തെങ്കിലും തിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി സ്വാഭാവികമായും ആ നിലപാട് തിരുത്തേണ്ടതായിരുന്നു. ഈ പ്രതിസന്ധി കനകാംബരനെ തരണം ചെയ്തേ പറ്റൂ. അതിനു പകരം മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനാകുന്നു എന്നതിനപ്പുറത്തേക്ക് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതും ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ നാടിനെ തന്നെ, നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു നടപടിയായി മാറുന്നു. വളരെ മോശം. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ കാശ്മീർ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാവിലെ പോലും അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ. ഇന്ന് രാവിലെ ഒല്ലൂർ പള്ളിയിലെത്തി അദ്ദേഹം മടങ്ങുന്ന സമയത്താണ് താനാണ് ഇതിനൊക്കത്തിനും കാരണം. ഈ പറയുന്ന MLA സ്ഥാനത്ത് മാറ്റി നിർത്തൽ മാത്രമല്ല, ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ടാവുക എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആ മേഖലയിൽ ബന്ധപ്പെട്ട WCC അടക്കമുള്ള എല്ലാവരും അവരുടെ നിലപാട് കൃത്യമായി തന്നെ പറയുന്നു. ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പാർട്ടിക്കുള്ളിൽ പോലും അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ LDF-നുള്ളിൽ പോലും മുകേഷിനെ മാറ്റി നിർത്തണം എന്നുള്ള നിലപാടുകൾ സജീവമായി നിൽക്കുമ്പോഴാണ് മുകേഷിന് വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഏകോദര സഹോദരൻ എന്ന മട്ടിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഒരു തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. ഒരു കേന്ദ്രമന്ത്രിയും എല്ലാം മറന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിലയ്ക്ക് അതിനെ കണ്ണടച്ച് പറയുക, ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന് മാധ്യമങ്ങളെ പറയുക. ഓർത്തു നോക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരൂ, അതങ്ങനെ സംഭവിക്കൂ. ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണ്.